ഹായ് ഫ്രണ്ട്സ്, എനിക്ക് ഇന്ന് വന്നിട്ടുള്ള ഒരു വാട്സാപ്പ് മെസ്സേജാണിത്. എന്താ സ്റ്റാറ്റ് ബാങ്കിൻ്റെ റിവ്യൂ കാരണം എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടിട്ട് എനിക്ക് റിയലായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതേപോലുള്ള മെസ്സേജ് വരുമ്പം ചാടി കയറി ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ പുതുക്കാൻ പോവുകയോ ഒന്നും ചെയ്യരുത്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അതിൽ കയറി സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ കസ്റ്റമർ കെയർ വിളിക്കുക, അല്ലെങ്കിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെടുക. ഇല്ലാതെ ഇങ്ങനെ വരുന്ന ഒരു ലിങ്കുകളോ ഒരു മെസ്സേജുകളോ ഒന്ന് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ തന്നെ ഇതിനകത്ത് ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാൽവെയർ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ സിസ്റ്റത്തിലോ മൊബൈലിലോ ഇൻസ്റ്റാൾ ആവുകയും നമ്മുടെ ഡേറ്റ അവർ കളക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. സോ ബി കെയർഫുൾ. ഇതുപോലുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ വരുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. നമ്മുടെ ലോജിക്ക്, നമ്മുടെ ബുദ്ധിയാണ് ഏറ്റവും നല്ല ആൻറ്റിവൈറസ്. സോ ഈ ഒരു നോക്ക്, ഫസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് ഹലോ ഹൗ ആർ യു എന്നാണ്. ഞാൻ വെറുതെ ഫൈൻ അയച്ചു. അപ്പോൾ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്. തന്നെ റിലയൻസിൻ്റെ കോപ്പാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിന് ഞാൻ എന്താണ് നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഒരാൾ ഹൗ ആർ യു എന്ന് ചോദിക്കുന്നത് പരിചയമുള്ള അതേ ചോദിക്കുള്ളൂ അല്ലേ. പിന്നെ എന്താണ് അവരുടെ പ്രൊഫൈൽ പിക്ചർ നോക്കി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു നമുക്കൊരു സ്റ്റാൻഡേർഡാണോ നമുക്കൊന്നും നോക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മളതിനെ ബ്ലോക്ക് ചെയ്ത് വിട്ടു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നോക്കുക. ഓക്കെ, ഇതാട്ടോ ഇതിൽ ഒരെണ്ണം ഞാൻ ബ്ലോക്ക് ചെയ്തപ്പോൾ അടുത്ത് വീണ്ടും അതേ എമ്പളത്തിൽ വേറെ ഒരെണ്ണം കൂടെ അവരയച്ചിരിക്കുകയാണ്. ഞാൻ അതും ബ്ലോക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരിക്കലും തന്നെ റിപ്പീറ്റേഷൻ അവരയക്കില്ല. വേറെ നമ്പറിൽ നിന്നാണ് അവർ അത് വീണ്ടും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കാണുമ്പോൾ മനസ്സിലാക്കുക, ലോജിക്ക് ബുദ്ധി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, ഇവയൊക്കെ പിടിച്ചങ്ങ് ബ്ലോക്ക് ചെയ്യുക. ഓക്കെ, ബ്ലോക്ക് കൊടുക്കുക. സ്പാം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്പാം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ബ്ലോക്ക് കൊടുക്കുക. ഓക്കെ, നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടല്ല ബ്ലോക്ക് ചെയ്തത്. പിന്നെ നമുക്കിതിൻ്റെ പിക്ചർ എംബ്ലം കാണുമ്പോൾ ചെറിയൊരു ഡൗട്ട്. അതിൻ്റെ ക്ലാരിറ്റി, അതിൻ്റെ ലെറ്റർ, അതിൻ്റെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ അടിയിലുള്ള കെട്ട്, അതൊക്കെ റിവാർഡ്സ് എന്നൊക്കെ എഴുതിയിരിക്കുന്നതെല്ലാം തന്നെ ഒരു ഡൗട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഇനി ഒറിജിനലാണെങ്കിൽ പോലും നമ്മൾ ഇതിൽ ചെയ്യില്ല. നമ്മൾ ആപ്ലിക്കേഷൻ വഴിയോ ബാങ്ക് വഴിയോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് മാത്രമേ ഇതിൽ ചെയ്യുകയുള്ളൂ. ഓക്കെ.